ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ജനറൽ പർപ്പസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ തേർഡ് പാർട്ടാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് നിങ്ങൾ കാണണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്നീ ടോപ്പിക്കാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ് എന്ന ടോപ്പിക് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിലൂടെ ഒന്ന് നോക്കാം. ഈ എക്സ്പെരിമെൻറ്റിൽ വരുന്നത് ഒരു ടങ്സ്റ്റൺ ഫിലമെൻറ്റ് ലാമ്പ് വരുന്നുണ്ട്. അതിന് അക്രോസ് ആയിട്ടൊരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ലാമ്പിന് അക്രോസ് ആയിട്ടൊരു വോൾട്ട് മീറ്ററും അതിന് സീരീസ് ആയിട്ടൊരു അമ്മീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാറ്ററിയുടെ സെല്ല് ചെയ്യുന്നതനുസരിച്ച് ഈ ലാമ്പിലൂടെയുള്ള കറണ്ട് ഫ്ലോ വ്യത്യാസം വരും. പിന്നെ നമ്മൾ അതിനനുസരിച്ച് ഈ ലാമ്പിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമ്മൾ നോട്ട് ചെയ്യുന്നു. ആ നോട്ട് ചെയ്ത വാല്യൂസാണ് ഈ കാണുന്നത്. ഈ റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഈ ലാമ്പിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ഒട്ടുമിക്ക മെറ്റീരിയൽസിൻ്റെയും റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റൻസ് കൂടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മോളിക്കുലാർ തിയറിയുടെ ബേസിസിൽ നോക്കാം. മോളിക്കുലാർ തിയറി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഈ കണ്ടക്ടറിനകത്ത് ധാരാളം അയോൺസ് ഉണ്ടാകും. അയോൺസ് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യും. കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചർ കുറവായിരിക്കുമ്പോൾ ഈ അയോൺസ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിരിക്കും. പക്ഷേ കണ്ടക്ടറിലൂടെയുള്ള ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ അയോൺസ് എനർജി ഗെയിൻ ചെയ്യുകയും ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ഈ ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനനുസരിച്ചിരിക്കും. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അപ്പ് ആൻഡ് ഡൗൺ മോഷനിൽ ഈ അയോൺസ് ഓസിലേറ്റ് ചെയ്യും. ഇങ്ങനെ ഓസിലേഷൻ അപ്പ് ആൻഡ് ഡൗൺ മോഷനിൽ ഓസിലേഷൻ ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ഫ്രീ ഇലക്ട്രോൺസുമായിട്ട് കൊളൈഡ് ചെയ്യുകയും കൊളിഷൻ ഉണ്ടാവുകയും അങ്ങനെ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിന് തടസ്സമുണ്ടാവുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കുന്നതിലൂടെ ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയുകയും ചെയ്യുന്നു. ഇതാണ് മോളിക്കുലാർ തിയറി പറയുന്നത്. ഈ ഗ്രാഫ് കാണിക്കുന്നത് കോപ്പർ കണ്ടക്ടറിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഉണ്ടാകുന്ന മാറ്റമാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഒരു ലീനിയർ ആയിട്ടുള്ള ഇൻക്രീസ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം. ഇൻസുലേറ്റേഴ്സ്, ഇലക്ട്രോലൈറ്റ്, സെമി കണ്ടക്ടേഴ്സ് പോലുള്ള മെറ്റീരിയൽസിൻ്റെ റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് കുറയുകയാണ് ചെയ്യുന്നത്. സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിളായിട്ടുള്ള സിലിക്കൺ, ജെർമേനിയം, അതുപോലെ ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിളായിട്ടുള്ള റബ്ബർ, മൈക്ക, പേപ്പർ തുടങ്ങിയ മെറ്റീരിയൽസിൻ്റെ എല്ലാം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. കൺസിഡർ എ മെറ്റാലിക് കണ്ടക്ടർ. ഒരു മെറ്റാലിക് കണ്ടക്ടർ കൺസിഡർ ചെയ്യുക. അതിൽ R0 എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്, RT എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അറ്റ് T ഡിഗ്രി സെൽഷ്യസ്. ഇതിൽ റൈസിങ് ടെമ്പറേച്ചർ, അതായത് RT മൈനസ് R0 എന്ന് പറയുന്ന കാര്യം ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ മൂന്നെണ്ണമാണ്. റൈസിങ് ടെമ്പറേച്ചർ RT മൈനസ് R0 directly proportional to initial resistance, directly proportional to rising temperature, depends on nature of the material. ഈ മൂന്ന് കാര്യങ്ങളാണ് റൈസിങ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ട മൂന്ന് കാര്യങ്ങളിൽ നിന്ന്, അതായത് ടെമ്പറേച്ചർ റൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ആ മൂന്ന് കാര്യങ്ങൾ വെച്ച് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ ഡിറൈവ് ചെയ്യാം. RT മൈനസ് R0, ടെമ്പറേച്ചർ റൈസ് directly proportional to initial resistance R0 ആൻഡ് ടെമ്പറേച്ചർ റൈസ് T. അതിന് നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റുന്നതിന് വേണ്ടി α0 ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് കിട്ടുന്നത്.
ആൽഫ 0 ഇൻറ്റു R0T. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആൽഫ 0 അല്ലെങ്കിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടുന്നതാണ്. RT മൈനസ് R0 ഡിവൈഡഡ് ബൈ R0 ഇൻറ്റു T. ഇതിൽ ഡിനോമിനേറ്ററിൽ വരുന്ന R0 ഇൻറ്റു T, ഇനിഷ്യൽ റെസിസ്റ്റൻസ് R0യുടെ വാല്യൂ 1 ഓം ആയിരിക്കുമ്പോഴും ടെമ്പറേച്ചറിൻ്റെ വാല്യൂ 1 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമ്പോഴും RT മൈനസ് R0 ആയിരിക്കും. അതായത് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ഓഫ് എ മെറ്റീരിയൽ മേ ബി ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് പെർ ഓം ഒറിജിനൽ റെസിസ്റ്റൻസ് പെർ ഡിഗ്രി സെൽഷ്യസ് റൈസ് ഇൻ ടെമ്പറേച്ചർ. അടുത്തത് നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഈ പ്രോബ്ലം ഒന്ന് വായിക്കാം. The resistance of the field coils with copper conductors of a dynamo is 120 ohm at 25 degrees Celsius. After working for 6 hours on full load, the resistance of the coils increases to 140 ohm. Calculate the mean temperature rise of the field coil. Take the resistance temperature coefficient of conductor material as 0.0042 per degree Celsius at 0 degree Celsius. ഈ ക്വസ്റ്റ്യനിൽ ടെമ്പറേച്ചർ റൈസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നിരിക്കുന്ന ഡേറ്റാസ് നമുക്ക് എഴുതി വെക്കാം. തന്നിരിക്കുന്നത് the resistance of the field coils with copper conductors of a dynamo is 120 ohm at 25 degree Celsius. ഇതിനെ R1 നമുക്ക് T1 ആയിട്ട് എടുക്കാം. Temperature after working for 6 hours on full load, the resistance of the coils increases to 140 ohm. ഇതിനെ നമുക്ക് R2 ആയിട്ട് എടുക്കാം. 6 hours എന്ന് പറയുന്ന ടൈമാണ്, അതിന് നമുക്ക് T എന്ന് പറഞ്ഞെടുക്കാം. R2 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആൽഫ 0 നമുക്ക് തന്നിട്ടുണ്ട്. 0.0042 പെർ ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുള്ളത്. ഒരു ഇക്വേഷൻ ഉണ്ട്, R2 ബൈ R1 is equal to 1 plus alpha 0 T2 divided by 1 plus alpha 0 T1. നമുക്ക് ഇതിലേക്ക് വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. T2ൻ്റെ വാല്യൂ 68.85 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് റൈസിങ് ടെമ്പറേച്ചർ ആണ്. റൈസിങ് ടെമ്പറേച്ചർ T2 മൈനസ് T1 ആണ്. T2 നമുക്ക് കിട്ടി
T1 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെ നമുക്ക് കിട്ടുന്നത് 43.85 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് സെക്ഷൻ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.